എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഫാറ്റ് ലിവറിനെ കുറിച്ച് സംസാരിക്കാം. ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് ആക്ച്വലി 4 ടൈപ്പ് ഉണ്ട്. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്, ടൈപ്പ് 3 ഉണ്ട്, ടൈപ്പ് 4 ഉണ്ട്. നമ്മുടെ നാട്ടിൽ എല്ലാവരും അൾട്രാസൗണ്ട് സ്കാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുന്നവരാണ്. ഈ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് അതിനകത്ത് കിട്ടുന്ന ഒരു സാധനമാണ് ഗ്രേഡ് ഓഫ് ഫാറ്റി ലിവർ എന്ന് പറയുന്ന സാധനം. അപ്പം ഒരുപാട് ആൾക്കാർക്ക് 90% ആൾക്കാർക്ക് ഒരു ഗ്രേഡ് 1 ആയിരിക്കും കിട്ടുക. കുറേ പേർക്ക് ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 ആയിരിക്കും. ഈ ഗ്രേഡ് 1 റിപ്പോർട്ടുമായിട്ട് പേടിച്ച് എൻ്റെ അടുത്ത് ഒ പിയിൽ വരുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. സോ ആ ഒരു കാറ്റഗറി ഓഫ് പേഷ്യൻസ് ആണ് ശരിക്കും എന്നെ വീഡിയോ ചെയ്യാൻ പ്രചോദിപ്പിച്ചത്. ഗ്രേഡ് 1 ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരു വലിയ അസുഖമാണെന്ന് ചോദിച്ചാൽ അതൊരു വലിയ അസുഖമല്ല. കേരളത്തിലെ ഏകദേശം 70% ആൾക്കാർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അൾട്രാസൗണ്ട് സ്കാൻ പ്രത്യേകിച്ചും ഒരു 35 വയസ്സിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഉണ്ടാവും. അതൊരു അസുഖമാണോ, അതുകൊണ്ടാണോ നമുക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചാൽ അതൊരു വലിയ അസുഖമൊന്നുമല്ല. അതൊരു വാണിംഗ് സൈൻ മാത്രമാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൻ്റെ പോക്ക് അത്ര ശരിയല്ല, നിങ്ങളൊന്ന് കറക്റ്റ് ആവണമെന്ന് മാത്രമേ അതിനകത്തുള്ളൂ. അതിന് മെഡിക്കേഷൻസോ ഫർദർ ഇവാലുവേഷനോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല, അൺലെസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഭയങ്കരമായ സിംറ്റംസ് കാണും. ഗ്രേഡ് 2 ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു റിവേഴ്സിബിൾ കണ്ടീഷനാണ്. അതായത് നിങ്ങൾക്ക് ഗ്രേഡ് 2 ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറ്റി ഗ്രേഡ് 1 ആക്കി എടുക്കാനോ അല്ലെങ്കിൽ ഗ്രേഡ് 0 ആക്കി എടുക്കാനോ പറ്റും. പക്ഷേ നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഒന്ന് മെഡിക്കേഷൻസും, 2 മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയ മെഡിക്കേഷൻ അല്ല, ചെറിയ മെഡിക്കേഷൻസും, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറേ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും വേണ്ടി വരും. ഗ്രേഡ് 3 എന്ന് പറയുന്നത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കേണ്ട ഒരു ഗ്രേഡാണ്. നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഒരു ഗ്രേഡാണ് ഈ ഗ്രേഡ് 3 എന്ന് പറയുന്നത്. അതെപ്പോഴും ഒരു പത്തോളജിക്കൽ കണ്ടീഷൻ്റെ കൂടെ വരും. അതായത് അതിന് അനുബന്ധമായിട്ടൊരു അസുഖം ഉണ്ടായിരിക്കും. അത് പലതായിരിക്കാം. ചിലർക്ക് ആൽക്കഹോളിസം കൊണ്ടായിരിക്കും, ചിലർക്ക് ജീവിത രീതി കൊണ്ടായിരിക്കും, ചിലർക്ക് ഒബിസിറ്റി അമിതവണ്ണം കൊണ്ടായിരിക്കും, ചില ആൾക്കാർക്ക് ചില വൈറൽ ഇൻഫെക്ഷൻസ് കൊണ്ടൊക്കെ ഈ ഗ്രേഡ് 3 ഫാറ്റി ലിവർ വരാം. സോ ഗ്രേഡ് 3 എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കാര്യമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട, ഇറ്റ്സ് ട്രീറ്റബിൾ, പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങളിലൊന്നാണ്. നിങ്ങൾക്ക് ഒരു വലിയ ഹെപ്പറ്റൈറ്റിസ് അല്ല എങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്ന അസുഖമാണ്. പക്ഷേ ഇമ്മീഡിയറ്റ് മെഡിക്കൽ ഇന്റർവെൻഷൻ വേണ്ട ഒരു കാര്യമാണ്. ഗ്രേഡ് 4 എന്ന് പറയുന്നതാണ് നമ്മൾ ഈ സിനിമയിലും സീരിയലിലും കാണുന്ന, നമ്മൾ ഈ സിറോസിസ് എന്ന് പറയുന്നത്, അതായത് ഈ ചോറ് ഛർദ്ദിക്കുക എന്നൊക്കെ പറയുന്ന കണ്ടീഷനാണ് ഈ ഗ്രേഡ് 4 എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ലിവർ സിറോസിസ് എന്ന് പറയുക. അത് ഇറ്റ്സെൽഫ് ഒരു പ്രത്യേക ടോപ്പിക്കാണ്. അത് നമ്മൾ ശരിക്കും മെഡിക്കലി ഇന്റർവെൻ ചെയ്യേണ്ട, ഒരുപാട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വേണ്ട, അതിൻ്റെ കാരണങ്ങളൊക്കെ കണ്ടുപിടിച്ച് എമർജൻസി ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. സോ അത് നമുക്ക് മാറ്റി വെക്കാം. ആദ്യം ഞാൻ പറഞ്ഞ ഗ്രേഡ് 1ഉം ഗ്രേഡ് 2 ആണ് നമ്മൾ സത്യം പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം. ഗ്രേഡ് 1 ഫാറ്റി ചേഞ്ച് ഉണ്ടെന്ന് പറയുന്നത് ഒരു ചെറിയ അസുഖമാണെന്ന് നമ്മൾ, അതിനൊരു അസുഖം നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല, അതൊരു ഇംപെൻഡിങ് സൈനാണ്. അതായത് നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്ന് ശരീരം നമ്മൾ കാണിച്ചു തരുന്ന ഒരു കണ്ടീഷനാണ് ഗ്രേഡ് 1 എന്ന് പറയുന്നത്. ഗ്രേഡ് 2 എന്ന് പറയുന്നത് ഗ്രേഡ് 1ൽ നിന്ന് പ്രൊമോഷൻ കിട്ടിയിട്ട് നമ്മൾ ഗ്രേഡ് 1 ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഉള്ള ഒരു പ്രൊമോഷൻ മാത്രമാണ് ഗ്രേഡ് 2. ഇത് രണ്ടും വേണം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒരു എന്താ പറയുക, ഒരു പ്രീ ഇൽനസ് സ്റ്റേറ്റ് ആണ്. അതായത് ഇപ്പോൾ ഗ്രേഡ് 3 ഒക്കെ വരികയാണെങ്കിൽ എന്തായാലും നമ്മുടെ ലിവറിന് ചെറിയ ഫൈബ്രോസിസ് കാണും. അപ്പോൾ ആ ഫൈബ്രോസിസിൽ എത്തുന്നതിന് മുന്നേ നമ്മുടെ ലിവറിന് ഒരു 100% റിക്കവറി കിട്ടുന്ന സ്റ്റേജാണ് ഈ ഗ്രേഡ് 2ഉം ഗ്രേഡ് 1ഉം. സോ അത് വേണം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് ആൾക്കാർ അസുഖം വന്നതിന് ശേഷം അത് ട്രീറ്റ് ചെയ്യാനുള്ള ലൈനിലാണ്. അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. ഇത്തരം കണ്ടീഷൻസ്, പ്രത്യേകിച്ച് ഷുഗർ, പ്രഷർ, അതേപോലെ കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ എന്നൊക്കെ പറയുന്നത് നമ്മൾ എപ്പോഴും നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യുക, അത് വരാതെ നോക്കുക, വരുന്നതിന് മുന്നേ തന്നെ അത് കറക്റ്റ് ചെയ്ത് പോവുക, പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഇനി നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ലിവറിന്റെ ഹെൽത്ത് നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ലിവർ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റും. അതിന് നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും നമ്മൾ അവൈലബിലിറ്റി അനുസരിച്ച് 3 കാര്യങ്ങളാണ് നമുക്ക് നോക്കാവുന്നത്. അതിൽ പ്രിലിമിനറി ആയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്കാൻ ചെയ്യലല്ല, ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിനകത്ത് ബിലിറൂബിൻ നോക്കണം, SGOT, SGPT നോക്കണം, ALP നോക്കണം, പിന്നെ സിറം ആൽബുമിൻ. ബാക്കിയെല്ലാം ചെയ്യാം, എന്നാലും ഈ കാര്യങ്ങളെല്ലാം നോക്കിയിരിക്കണം. ഈ SGOT, SGPTയുടെ വാല്യൂ ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിലെ മിക്കവാറും ലാബുകളിലെല്ലാം അവർ അവരുടേതായ ഗ്രേഡിയന്റ് തരും. എന്നാൽ പോലും അതിൽ കാണിക്കുന്ന നോർമൽ അല്ല, ശരിക്കും സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട്, ഇന്റർനാഷണലി സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള വാല്യൂ അതല്ല. അത് നോർമലാണ്. പക്ഷെ നമ്മളുടെ പ്രായത്തിനും നമ്മുടെ ശരീരത്തിനും അനുസരിച്ച് അതിന് വ്യത്യാസം വരാം. ഐഡിയലി ഒരു 40 വയസ്സിന് താഴെയുള്ള ഒരു ആവറേജ് ശരീരഭാരമുള്ള ഒരു പുരുഷന്റെ SGOT 30ഉം സ്ത്രീയുടെ SGOT
25-നും താഴെ നിൽക്കണമെന്നാണ്. പക്ഷെ നമ്മുടെ ലാബ് റിപ്പോർട്ടിൽ പലപ്പോഴും 40 കാണിക്കുക. പക്ഷെ നോർമൽ വാല്യൂ ഇതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എനിക്ക് 40 ആയില്ല, SpO2 SpPT 40 ആയില്ല എന്ന് കരുതി ഒരു ഇന്റർവെൻഷനും ചെയ്യാതിരിക്കരുത്. അതൊന്നാമത്തെ കാര്യം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട LFT ആണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് സ്കാനിങ് ആണ്. നോർമൽ അൾട്രാസൗണ്ട്, USG അൾട്രാസൗണ്ട് ചെയ്യാം. ഈ അൾട്രാസൗണ്ടിൽ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് ഓൾമോസ്റ്റ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതിന്റെ ഗ്രേഡിങ്ങിന് പിന്നീട് വ്യത്യാസങ്ങൾ വന്നാലും നമുക്ക് ഫാറ്റി ലിവറിന്റെ ഒരു പ്രിലിമിനറി ഡയഗ്നോസ്റ്റിക് ടൂളായിട്ട് അൾട്രാസൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് രണ്ടാമത്തെ വഴി. മൂന്നാമത്തെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഫൈബ്രോ സ്കാൻ എന്ന് പറയുന്ന ഒരു സ്കാനോട് അവൈലബിൾ ആണ്. ഈ ഫൈബ്രോ സ്കാൻ എന്ന് പറയുന്നത് ഡോക്ടർ അഡ്വൈസ് ചെയ്താൽ മാത്രം ചെയ്യാം. സാധാരണയായിട്ട് നമ്മൾ ഒരു ഗ്രേഡ് 2 ഫാറ്റ് ലിവറോ അതിന് മുകളിലോട്ടുള്ളവർക്കോ ലിവർ ഫൈബ്രോസിസ് ഉണ്ടോ, അതായത് ലിവറിനകത്ത് കോശങ്ങൾക്ക് കട്ടി വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഫൈബ്രോ സ്കാൻ ചെയ്യാറ്. ഇതിനോടൊപ്പം പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ വൈറൽ മാർക്കേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഹെപ്പറ്റൈറ്റിസ് ബിയോ, ഹെപ്പറ്റൈറ്റിസ് സിയോ, ഹെപ്പറ്റൈറ്റിസ് എയോ ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. അത് പക്ഷേ ആദ്യമേ ചെയ്യരുത്. നമ്മൾ ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം SpO2 SpPT എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രം ചെയ്യേണ്ട ടെസ്റ്റാണ് ഇത്. സോ ഈ 3 കാര്യങ്ങളാണ് ബേസിക്കലി നമുക്ക് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ ടെസ്റ്റസ്. ആദ്യം LFT ചെയ്യുക, പിന്നെ LFTക്കകത്ത് തന്നെ SpO2 SpPT ആണ് ഏറ്റവും പ്രധാനം, പിന്നെ USG ചെയ്യാം, പിന്നെ ഫൈബ്രോ സ്കാൻ ചെയ്യാം. ഇനി നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ 2 ഫാറ്റി ലിവർ ഉണ്ടല്ലോ, ഈ ആദ്യത്തെ 2 ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഗ്രേഡ് 2 ആണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. ആരൊക്കെയാണ് ഈ ബേസിക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടത്, അല്ലെങ്കിൽ ഒരാളുടെ ലിവറിന്റെ ഹെൽത്ത് നോക്കേണ്ടത് ആർക്കൊക്കെയാണ് അത്യാവശ്യം എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രധാനമായിട്ടും പറയാം ഒബീസിറ്റി ഉള്ളവർ, അതായത് ഓവർ വെയിറ്റ്. ഇപ്പോൾ ഒബീസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ഡോക്ടർക്ക് പറയാൻ പറ്റും. എന്നാൽ പോലും ശരീരഭാരം കൂടുതലുള്ളവർ, പ്രത്യേകിച്ചും സെൻട്രൽ ഒബീസിറ്റി ഉള്ളവർ, അതായത് ചില ആൾക്കാർക്ക് വണ്ണം അവർ നോക്കുമ്പോൾ കൈ ചെറുതായിരിക്കും, പക്ഷെ വയറ് മാത്രമേ കാണത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിലുള്ള വണ്ണത്തിനേക്കാളും വയറ് മാത്രമുള്ള വണ്ണമാണ് കൂടുതൽ പ്രശ്നം. സോ അതുകൊണ്ട് സെൻട്രൽ ഒബീസിറ്റി ഉള്ളവർ, അമിതമായിട്ട് ഭാരമുള്ളവർ, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഫാറ്റി ലിവർ ഉള്ളവർ, അല്ലെങ്കിൽ ലിവറിന്റെ എന്തെങ്കിലും ഒരു അസുഖത്തിന്റെ ഫാമിലി ഹിസ്റ്ററി, കുടുംബത്തിൽ ഒരുപാട് പേർക്കുള്ളവർക്ക്, വീട്ടിൽ ഒരുപാട് പേർക്ക് സ്ട്രോക്ക് വന്നിട്ടുള്ളവർക്ക്, കൊളസ്ട്രോൾ ഉള്ളവർക്ക്, അങ്ങനത്തെ ആൾക്കാർക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് റൊട്ടീനായിട്ടും ചെയ്യാം. അതായത് ഇപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് കൂടുതൽ ആൾക്കാർ വൈറ്റ് കോളർ ജോബായിരിക്കും ചെയ്യുക, ഇരുന്നിട്ടുള്ള ജോലിയായിരിക്കും. അങ്ങനെയുള്ളവർ ഒരു 30 വയസ്സിന് ശേഷം വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു USG ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരും ഒന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. സോ അങ്ങനെയുള്ളവർ ചെയ്യണം. പിന്നെ മദ്യപിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായും ചെയ്തിരിക്കണം. സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായും ചെയ്തിരിക്കണം. അതിനോടൊപ്പം എന്തെങ്കിലും മരുന്ന് സ്ഥിരമായി കഴിക്കുന്ന ആളുകളാണോ നിങ്ങൾ, അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് വർഷത്തിലൊരിക്കലെങ്കിലും ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയിരിക്കണം. SpO2 SpPT ഞാൻ റെക്കമെൻഡ് ചെയ്യുക 6 മാസത്തിലൊരിക്കലെങ്കിലും ചെയ്ത് നോക്കിയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് മെഡിക്കേഷൻസ് കാരണം നമുക്ക് ഫാറ്റി ലിവർ വരാം. പിന്നെ ആയുർവേദ മെഡിക്കേഷൻസ് കഴിക്കുന്നവരാണെങ്കിൽ ഫാറ്റി ലിവർ ചെയ്ത് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചില കഷായങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് മിക്ക കഷായങ്ങൾക്കും സ്ഥിരമായ കൺസെപ്ഷൻ ഉണ്ടെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടാക്കാൻ കഴിയും. ഈവൻ കഷായം ഇൻഡ്യൂസ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ തന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്. സോ അതുകൊണ്ട് അങ്ങനത്തെ മെഡിക്കേഷൻസ് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഫാറ്റി ലിവർ ചെക്ക് ചെയ്ത് നോക്കണം ഇടയ്ക്ക്. USG ചെയ്തില്ലെങ്കിൽ SpO2 SpPT ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ സ്ഥിരമായിട്ട് കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അവർ ഫാറ്റി ലിവർ ചെക്ക് ചെയ്ത് നോക്കണം. അത് ഞാൻ ഈ പറയുന്നത് USG ചെയ്ത് നോക്കണമെന്നല്ല, SpO2 SpPT എങ്കിലും ഇടയ്ക്ക് ചെയ്ത് നോക്കുക. 30 വയസ്സിന് താഴെ പ്രായമുള്ളവർ അങ്ങനെ സ്ഥിരമായിട്ടൊരു അൾട്രാസൗണ്ടിന്റെ SpO2 SpPT ചെക്കിങ്ങിന്റെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഫാറ്റി ലിവറിന്റെ രോഗലക്ഷണമായ ഇപ്പം മുടി കൊഴിച്ചിൽ, ഭയങ്കരമായ ക്ഷീണം, ഗ്യാസിന്റെ പ്രശ്നം, നെഞ്ചരിച്ചില്, നെഞ്ചത്ത് കുത്തല് പോലെ തോന്നുക, അതുപോലെ ഭയങ്കരമായിട്ട് കൈക്കും കാലിനും പെരുപ്പ്, ശരീരത്തിനും കണ്ണിനും മഞ്ഞ നിറം വരിക, അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ഒരു റൊട്ടീൻ ചെക്കപ്പ് എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. 30 വയസ്സിന് താഴെയുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫാറ്റി ലിവറിന്റെ പ്രിലിമിനറി ഒരു മോണിറ്ററിങ് നമ്മൾ തന്നെ മോണിറ്റർ ചെയ്യുന്നതിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അത് എൻറ്റയർലി നമുക്കൊരു ഡയഗ്നോസ്റ്റീഷ്യൻ്റെ ഒരു ഡോക്ടർ സഹായത്തോടെ മാത്രം ചെയ്യാവുന്ന പരിപാടിയാണ്. സോ അത് നമ്മൾ ആ ഒരു സൈഡിൽ ക്ലിയർ ചെയ്ത് പോവാം. അപ്പോൾ ഇതാണ് ഞാനിപ്പം വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാറ്റി ലിവർ എന്താണ്, നിങ്ങളത് കണ്ടിട്ട് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ് ഫാറ്റി ലിവർ. പക്ഷേ നമ്മളതിനെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക,
നമ്മൾ വരാതെ നോക്കുക. ഇപ്പോൾ ഒരു ഗ്രേഡ് 2 വരെയുള്ള ഫാറ്റി ലിവർ ആണെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുത്തിയും ഡോക്ടറെ സഹായത്തോടു കൂടി അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുക. അത്രയേ ഉള്ളൂ കാര്യം. ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ അതിനെ നമ്മൾ കറക്റ്റായിട്ട് അതിനുള്ള ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ബോത്ത് പേഴ്സണൽ ആൻഡ് ഫൈനാൻഷ്യൽ ലൈഫ് ഫുള്ളായിട്ട് തകർക്കാനായിട്ട് ഒറ്റ അസുഖത്തിന് പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്ത് തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയ ട്രീറ്റ്മെന്റ്സിൽ ഒരെണ്ണമാണ് ഈ ഫാറ്റി ലിവറിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് എല്ലാവരും ഓരോരോ ലിവറിന്റെ കാര്യം നല്ലോണം നോക്കിക്കോളാം. ലിവറിനെ നിങ്ങൾ നോക്കിയാൽ ലിവർ നിങ്ങളെ നോക്കിക്കോളും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ.